വസു, ദേ തോറ്റ് തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ. സിബിൻ സാർ, അല്ല, എന്താ സാറേ പ്രശ്നം? ഒന്നുമില്ല. എന്താ ഞെട്ടി നിൽക്കുന്നത്? ഈ നിമിഷം വേറെ ഒരു വികാരവും എന്റെ മുഖത്ത് വരില്ല. സിബിന് കുറ്റബോധം വരുന്ന ചില കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞ് ചോദിക്കാം. ഇരിക്കാം. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം തിരിച്ചു തരും. നീ ആ കൊച്ചിനറിയോ? അല്ലോ നമുക്ക് ഇരിക്കാം. അല്ല, ഞാൻ കാണിച്ച ഒരു മിനിറ്റ്, ഞാൻ ഇപ്പൊ കാണിച്ച മുദ്ര രണ്ടുപേർ. ഓ, ആ മുദ്ര റെഡി ലേഡീസ് 1 2 3 ഹിപ്പ് മൂവ്മെന്റ് വേണം സർ. ഈ കൈ മുദ്ര കാണിക്കാൻ മാത്രമല്ല, തീർക്കും ഞാൻ ഇന്ന് തീർക്കും ഞാൻ. താങ്ക് യു സാർ. അത് ശരി, വിരല് പൊക്കി തെറി കാണിക്കുന്നോടാ. അതൊന്നും ഇവിടെ കാണിക്കാൻ പറ്റില്ല. ഭാവിക്ക് പശ്ചാത്തപിക്കാൻ ഒരു ചെറുപഴുതുകൂടി അന്തസ്സായി തെറ്റു തുറന്നു പറയൂ. നാം വെറുതെ വിടാം. വെറുതെ വിടാൻ പറ്റില്ല. മോശമായ കാര്യമാണ് സർ. തീർച്ചയായിട്ടും അല്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആദ്യം നന്നാകണം. ഇറ്റ്സ് ഓക്കെ മാഡം. തെറ്റ് ചെയ്യാത്തവരായി ആരുമില്ല ഗോപു എന്നാണല്ലോ. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ. സിബിൻ, നിങ്ങൾ പവർ റൂമിൽ നിന്ന് പുറത്തായിരിക്കുന്നു. Out house, go away, stupid. In the house of my wife and daughter, you will not see any minute of that today. ഇറങ്ങി പോടാ. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സാധനങ്ങൾ എടുത്ത് പവർ റൂമിൽ നിന്നും ഇറങ്ങേണ്ടതാണ്. എന്റെ ദൈവമേ, കൈവിട്ട് കളഞ്ഞല്ലോ. എന്റെ കൊള്ളാഞ്ഞേക്ക് എന്റെ കുഞ്ഞിനെയാണല്ലോ ചുറ്റിച്ചേ ദൈവമേ. കൊല്ല്. ഇതിലും ഭേദം അങ്ങ് മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടത്തില്ല. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? എനിക്ക് തെറ്റുപറ്റി. ഞാൻ വരാൻ പാടില്ലായിരുന്നു. ഇല്ലല്ലോ, നിങ്ങളുടെ സമയം എടുത്ത് മാറി. എല്ലാ വൈരാഗ്യങ്ങളും ചതികളും വഞ്ചനകളും ഉള്ളിൽ അങ്ങനെ ഒതുക്കി വെക്കണം. എന്നിട്ട് സമയം നോക്കി അതിൽ ഓരോന്നായി പ്രയോഗിക്കണം.